ഗൈസ് എ ടു സ്പോർട്സ് ഡിസ്കഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് സമ്മറിൽ നടക്കാൻ സാധ്യതയുള്ള ചില ട്രാൻസ്ഫർ സോറുകളെ കുറിച്ചാണ്. ആദ്യത്തേത് ലിവർപൂളിന്റെ ലെഫ്റ്റ് വിംഗ് ബാക്കായ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിനെ കുറിച്ചാണ്. അദ്ദേഹം ഈ സീസണിൽ മികച്ച ഫോമിലാണുള്ളത്. അദ്ദേഹം റയൽ മാഡ്രിഡുമായി കരാറിലെത്തിയെന്നാണ് ലേറ്റസ്റ്റായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ാണ് റിയൽ മാഡ്രിഡിലേക്ക് അലക്സാണ്ടർ അർണോൾഡ് എത്തുന്നത്. ലിവർപൂൾ പല ഓഫറുകളും അലക്സാണ്ടർ അർണോൾഡിന് മുന്നിൽ വെച്ചെങ്കിലും അലക്സാണ്ടർ അർണോൾഡ് റിയൽ മാഡ്രിഡ് തെരഞ്ഞെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് റിയൽ മാഡ്രിഡിനോടുള്ള ഫാഷനും അംബീഷനുമാണ് അദ്ദേഹം റിയൽ മാഡ്രിഡ് തെരഞ്ഞെടുക്കാൻ കാരണം. റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കിട്ടിയത് ഒരു വലിയ പ്രോഫിറ്റ് ആണ്. ഇത്രയും വേൾഡ് ക്ലാസ് പ്ലെയറെ ഫ്രീ ട്രാൻസ്ഫറിൽ കിട്ടുമെന്നത് അതിലും വലുതൊന്നും റിയൽ മാഡ്രിഡിന് കിട്ടാനൊന്നുമില്ല. അദ്ദേഹം കൂടി വരുന്നതിലൂടെ റിയൽ മാഡ്രിഡ് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത് അത്ലറ്റിക് ക്ലബിന്റെ പ്ലെയറായ നിക്കോ വില്യംസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. 110 മില്യന്റെ ബിഡാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്ലറ്റിക് ക്ലബിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഓഫർ. മിക്കവാറും അത്ലറ്റിക് ക്ലബ്ബ് അത് സ്വീകരിക്കാനാണ് സാധ്യത കൂടുതൽ. ഫുട്ബോളിലെ സ്റ്റാർ പ്ലെയറായ മുഹമ്മദ് സലാഹ് ക്ലബ്ബ് വിടുന്നതോടെ ആ പൊസിഷനിലേക്ക് ലിവർപൂൾ മാനേജ്മെന്റ് പരിഗണിക്കുന്നത് സാവി സിമിയോൺസിനെയാണ്. RB ലൈപ്സിൽ മികച്ച ഫോമിലാണ് അദ്ദേഹം ഈ സീസണിൽ പന്ത് തട്ടുന്നത്. ലിവർപൂളിന് ഏറ്റവും അനുയോജ്യമായ പ്ലെയർ തന്നെയാണ് അദ്ദേഹം. 90 മില്യന്റെ ഓഫറാണ് ലിവർപൂൾ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. മറ്റേത് എവർട്ടന്റെ സെന്റർ ബാക്കായ ബ്രാത്ത്വൈത്തിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നുണ്ട് എന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അടുത്ത വെൻഡേക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെ ഒട്ടുമിക്ക ബിഗ് ക്ലബ്ബുകളും അദ്ദേഹത്തിന് പിന്നിൽ തന്നെയുണ്ട്. 100 മില്യന്റെ ഓഫറാണ് എവർട്ടന് മുന്നിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെച്ചിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ക്ലബ്ബ് ചരിത്രത്തിൽ തന്നെ ഒരു സെന്റർ ബാക്കിന് ചെലവാക്കുന്ന റെക്കോർഡ് തുകയാണ് ഇത്. നാലാമത്തേത് ചെൽസിയുടെ മിഡ്ഫീൽഡറായ എൻസോ ഫെർണാണ്ടസിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് നോക്കുന്നുണ്ട് എന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പറയുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ കൂടാതെ റിയൽ മാഡ്രിഡും അദ്ദേഹത്തിന് പുറകെ തന്നെയുണ്ട്. അദ്ദേഹം 2023 ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് ചെൽസിയിലേക്ക് എത്തിയത്. ചെൽസിയുടെ റെക്കോർഡ് തുകയായ 125 മില്യനാണ് ചെൽസി അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. അത്ലറ്റിക്കോ മാഡ്രിഡ് ചെൽസിയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓഫർ 80 മില്യൺ യൂറോ പ്ലസ് 5 മില്യൺ ആഡ് ഓൺസ് ആണ്. അത് ചെൽസി സ്വീകരിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അദ്ദേഹം ചെൽസിയിൽ വന്നത് മുതൽ അദ്ദേഹം മികച്ച രീതിയിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അത്ലറ്റിക്കോ പോലത്തെ ഒരു ക്ലബിൽ അദ്ദേഹത്തിന് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് കളിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.